ശാന്തി 13/7/25 പ്രഭാതമുരളി അവ്യക്ത ബാബ്ദാദ റിവൈസ് 3/2/2006 മധുബൻ. പരമാത്മാ സ്നേഹത്തിൽ വ്യർത്ഥത്തിൻ്റെ പേരോ അടയാളമോ ഉണ്ടായിരിക്കാത്ത വിധത്തിലുള്ള സമ്പൂർണ്ണ പവിത്രതയുടെ സ്ഥിതി ഉണ്ടാക്കൂ. ഇന്ന് ബാബ്ദാദ 4 ഭാഗത്തുമുള്ള തൻ്റെ പ്രഭുപ്രിയരായ കുട്ടികളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മുഴുവൻ വിശ്വത്തിലെയും തിരഞ്ഞെടുക്കപ്പെട്ട കോടിയിലും ചിലരാണ് ഈ പരമാത്മാ സ്നേഹത്തിൻ്റെ അധികാരിയാകുന്നത്. പരമാത്മാ സ്നേഹം തന്നെയാണ് കുട്ടികളായ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്. ഈ പരമാത്മാ സ്നേഹം മുഴുവൻ കൽപ്പത്തിലും ഈ സമയത്ത് മാത്രമാണ് അനുഭവിക്കുന്നത്. മറ്റെല്ലാ സമയത്തും ആത്മാക്കളുടെ സ്നേഹം, മഹാൻ ആത്മാക്കളുടെയും ധർമാത്മാക്കളുടെയും സ്നേഹം അനുഭവിച്ചു. എന്നാൽ ഇപ്പോൾ പരമാത്മാ സ്നേഹത്തിന് പാത്രമായിരിക്കുകയാണ്. പരമാത്മാവ് എവിടെയാണ് എന്ന് ആരെങ്കിലും താങ്കളോട് ചോദിച്ചാൽ എന്തു പറയും? പരമാത്മാവാകുന്ന പിതാവ് നമ്മുടെ കൂടെ തന്നെയുണ്ട്. നമ്മൾ ആ ഒന്നിൻ്റെ കൂടെ ഇരിക്കുന്നു. പരമാത്മാവിനും നമ്മളെ കൂടാതെ ഇരിക്കാൻ സാധിക്കില്ല. നമുക്കും പരമാത്മാവിനെ കൂടാതെ ഇരിക്കാൻ സാധിക്കില്ല. ഇത്രയും സ്നേഹം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ലഹരിയോടെ പറയും, ആ ഒന്ന് നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്നു, നമ്മൾ ആ ഒന്നിൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്നു. ഇങ്ങനെ അനുഭവികളാണല്ലോ. അനുഭവിയാണോ? എന്താണ് മനസ്സിൽ വരുന്നത്? അഥവാ നമ്മൾ അനുഭവിയാകാതിരുന്നാൽ ആരാണാകുക? ബാബയും ഇങ്ങനെയുള്ള സ്നേഹത്തിൻ്റെ അധികാരികളായ കുട്ടികളെ കണ്ട് ഹർഷിതമാകുന്നു. പരമാത്മാ സ്നേഹത്തിൻ്റെ അടയാളമാണ് ആരോട് സ്നേഹമുണ്ടോ അവർക്ക് വേണ്ടി എല്ലാം ത്യജിക്കാൻ സഹജമായി തയ്യാറാകുന്നു. അപ്പോൾ ഓരോ കുട്ടിയും ബാബയ്ക്ക് സമാനമാകട്ടെ. ഓരോരുത്തരുടെ മുഖത്തിലൂടെ ബാബ പ്രത്യക്ഷമായി കാണപ്പെടട്ടെ എന്ന് എന്താണോ ബാബ ആഗ്രഹിക്കുന്നത്. താങ്കൾ എല്ലാവരും ഇങ്ങനെയായോ? ബാബ്ദാദയുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട സ്ഥിതി അറിയാമല്ലോ. ബാബയുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട സ്ഥിതിയാണ് സമ്പൂർണ്ണ പവിത്രത. ഈ ബ്രാഹ്മണ ജന്മത്തിൻ്റെ ഫൗണ്ടേഷനും സമ്പൂർണ്ണ പവിത്രതയാണ്. സമ്പൂർണ്ണ പവിത്രതയുടെ ഗുഹ്യതയെ അറിയാമോ? സങ്കല്പത്തിലും സ്വപ്നത്തിൽ പോലും അംശം പോലും അപവിത്രതയുടെ പേരോ അടയാളമോ ഉണ്ടാകരുത്. ബാബ്ദാദ ഇക്കാലത്തെ സമയത്തിൻ്റെ സമീപത അനുസരിച്ച് വീണ്ടും വീണ്ടും അറ്റൻഷൻ വരുത്തുകയാണ്. സമ്പൂർണ്ണ പവിത്രതയുടെ കണക്കനുസരിച്ച് വ്യർത്ഥ സങ്കല്പവും സമ്പൂർണത അല്ല. അപ്പോൾ ചെക്ക് ചെയ്യൂ, വ്യർത്ഥ സങ്കല്പം നടക്കുന്നുണ്ടോ? ഏതെങ്കിലും പ്രകാരത്തിലുള്ള വ്യർത്ഥ സങ്കല്പം സമ്പൂർണതയിൽ നിന്നും ദൂരെയാക്കുന്നില്ലല്ലോ. എത്രത്തോളം പുരുഷാർത്ഥത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുവോ അത്രയും റോയൽ രൂപത്തിലുള്ള വ്യർത്ഥ സങ്കല്പം വ്യർത്ഥമായി സമയത്തെ സമാപ്തമാക്കുന്നില്ലല്ലോ. റോയൽ രൂപത്തിൽ അഭിമാനവും അപമാനവും വ്യർത്ഥ സങ്കല്പത്തിൻ്റെ രൂപത്തിൽ യുദ്ധം ചെയ്യുന്നില്ലല്ലോ. അഥവാ പരമാത്മാവിൻ്റെ ദാനത്തിൽ അഭിമാനത്തിൻ്റെ രൂപത്തിൽ സ്വന്തം വിശേഷതയായി മനസ്സിലാക്കുകയാണെങ്കിൽ ആ വിശേഷതയുടെ അഭിമാനവും താഴേക്ക് കൊണ്ടുവരുന്നു, വിഘ്നരൂപമായി മാറുന്നു. അഭിമാനവും സൂക്ഷ്മരൂപത്തിൽ ഈ ഒന്നാണ് വരുന്നത്. അത് അറിയുന്നുമുണ്ട്. എൻ്റേതെന്ന ഭാവം വന്നു. എൻ്റെ പേരും പെരുമയും മാന്യതയും ഉണ്ടാകണം. ഈ എൻ്റേതെന്ന ഭാവം അഭിമാനത്തിൻ്റെ രൂപം കൊണ്ടുവരുന്നു. ഈ വ്യർത്ഥ സങ്കല്പവും സമ്പൂർണതയിൽ നിന്നും ദൂരെയാക്കുന്നു. കാരണം ബാബ്ദാദ ആഗ്രഹിക്കുന്നത് ഇതാണ്: സ്വമാനം, അഭിമാനമില്ല, അപമാനം ഇല്ല. ഇതാണ് വ്യർത്ഥ സങ്കല്പം വരുന്നതിൻ്റെ കാരണം ആകുന്നത്. ബാബ്ദാദ ഓരോ കുട്ടിയെയും ഡബിൾ അധികാരത്തിൻ്റെ നിശ്ചയത്തിലും ലഹരിയിലും കാണുവാൻ ആഗ്രഹിക്കുന്നു.
ഡബിൾ അധികാരം എന്താണ്? ഒന്ന്, ബാബയുടെ ഖജനാവുകളുടെ അധികാരി. രണ്ടാമത്തേത് സ്വരാജ്യത്തിൻ്റെ അധികാരി. രണ്ടിൻ്റെയും അധികാരം. കാരണം എല്ലാവരും ബാലകരുമാണ്, അധികാരിയുമാണ്. എന്നാൽ ബാബ്ദാദ കണ്ടത് എല്ലാവരും ബാലകർ തന്നെയാണ്. കാരണം എല്ലാവരും പറയുന്നു എൻ്റെ ബാബ എന്ന്. അപ്പോൾ എൻ്റെ ബാബ എന്നാൽ ബാലകൻ തന്നെയാണ് എന്നർത്ഥം. എന്നാൽ ബാലകനോടൊപ്പം രണ്ട് പ്രകാരത്തിലുമുള്ള അധികാരി. അധികാരത്തിൽ നമ്പർ വാറായി പോകുന്നു. ഞാൻ ബാലകനും അധികാരിയുമാണ്. സമ്പത്തിൻ്റെ ഖജനാവ് പ്രാപ്തമാണ്. അതിനാൽ ബാലകന്റെ നിശ്ചയവും ലഹരിയുമുണ്ട്. എന്നാൽ പ്രാക്ടിക്കലിൽ അധികാരിയുടെ നിശ്ചയത്തിലും ലഹരിയിലും നമ്പർ വൈസ് ആകുന്നു. സ്വരാജ്യ അധികാരി അഥവാ അധികാരി എന്നതിൽ വിശേഷിച്ച് വിഘ്നമിടുന്നത് മനസ്സാണ്. മനസ്സിൻ്റെ അധികാരിയായി ഒരിക്കലും മനസ്സിന് പരവശമാകാതിരിക്കണം. സ്വരാജ്യ അധികാരിയാണ് എന്ന് പറയുന്നു. അപ്പോൾ സ്വരാജ്യ അധികാരി എന്നാൽ രാജാവാണ്. ഇതുപോലെ ബ്രഹ്മബാബ ഓരോ ദിവസവും ചെക്കിംഗ് ചെയ്ത് മനസ്സിൻ്റെ അധികാരിയായി വിശ്വത്തിൻ്റെ അധികാരിയുടെ അധികാരം പ്രാപ്തമാക്കി. അപ്പോൾ രാജാവാണ് എന്ന കണക്കിൽ ഈ മനസ്സും ബുദ്ധിയും മന്ത്രിമാരാണ്. ഈ വ്യർത്ഥ സങ്കല്പവും മനസ്സിലാണ് ഉൽപ്പന്നമാകുന്നത്. അപ്പോൾ മനസ്സ് വ്യർത്ഥ സങ്കല്പങ്ങൾക്ക് വിധേയമാകുന്നു. അഥവാ ഓർഡർ അനുസരിച്ച് നടത്തിക്കുന്നില്ലെങ്കിൽ മനസ്സ് ചഞ്ചലമാകുന്നത് കാരണം പരവശമാക്കുന്നു. അപ്പോൾ ചെക്ക് ചെയ്യൂ. അല്ലെങ്കിൽ തന്നെ മനസ്സിനെ കുതിര എന്നാണ് പറയുന്നത്. കാരണം ചഞ്ചലമാണല്ലോ. താങ്കളുടെ അടുക്കൽ ശ്രീമത്തിൻ്റെ കടിഞ്ഞാണുണ്ട്. അഥവാ ശ്രീമത്തിൻ്റെ കടിഞ്ഞാൺ അല്പമെങ്കിലും അയഞ്ഞതാകുന്നുവെങ്കിൽ മനസ്സ് ചഞ്ചലമായി പോകുന്നു. എന്തുകൊണ്ടാണ് കടിഞ്ഞാൺ അയഞ്ഞതാകുന്നത്? കാരണം എവിടേക്കോ സൈഡ് സീൻ നോക്കുന്നതിൽ മുഴുകിപ്പോകുന്നു. അഥവാ കടിഞ്ഞാൺ അയഞ്ഞതാണെങ്കിൽ മനസ്സിന് ചാൻസ് ലഭിക്കുന്നു. അപ്പോൾ ഞാൻ ബാലകനും അധികാരിയുമാണ്. ഈ സ്മൃതിയിൽ സദാ ഇരിക്കൂ. ചെക്ക് ചെയ്യൂ. ഖജനാവുകളുടെയും അധികാരി, സ്വരാജ്യത്തിൻ്റെയും അധികാരി ഡബിൾ അധികാരിയാണോ? അഥവാ അധികാരം കുറയുകയാണെങ്കിൽ ദുർബല സംസ്കാരം എമർജാകുന്നു. സംസ്കാരത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്? എൻ്റെ സംസ്കാരം ഇങ്ങനെയാണ്, എൻ്റെ നേച്ചർ ഇങ്ങനെയാണ്. എന്നാൽ ഇത് എൻ്റേതാണോ? പറയുമ്പോൾ എൻ്റെ സംസ്കാരം എന്ന് തന്നെ പറയുന്നു. ഇത് എൻ്റേതാണോ? എൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് റൈറ്റാണോ? എൻ്റേതാണോ അതോ രാവണൻ്റെ സ്വത്താണോ? ദുർബല സംസ്കാരം രാവണൻ്റെ സ്വത്താണ്. അതിനെ എൻ്റേത് എന്ന് എങ്ങനെ പറയാൻ സാധിക്കും? എൻ്റെ സംസ്കാരം ഏതാണ്? എന്താണോ ബാബയുടെ സംസ്കാരം, അതാണ് എൻ്റെ സംസ്കാരം. അപ്പോൾ ബാബയുടെ സംസ്കാരം ഏതാണ്? വിശ്വമംഗളം, ശുഭഭാവന, ശുഭകാമന. അപ്പോൾ ഏതൊരു ദുർബല സംസ്കാരത്തെയും എൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് റോങ് ആണ്. എൻ്റെ സംസ്കാരത്തെ അഥവാ ഹൃദയത്തിൽ ഇരുത്തിയെങ്കിൽ അശുദ്ധ വസ്തുവിനെ ഹൃദയത്തിൽ ഇരുത്തിയിരിക്കുകയാണ്. എൻ്റെ വസ്തുവിനോട് പ്രിയം ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ എൻ്റേത് എന്ന് മനസ്സിലാക്കുന്നതിലൂടെ തൻ്റെ ഹൃദയത്തിൽ സ്ഥാനം നൽകിയിരിക്കുകയാണ്. അതിനാൽ പലതവണ കുട്ടികൾക്ക് വളരെയധികം യുദ്ധം ചെയ്യേണ്ടി വരുന്നു. കാരണം അശുഭവും ശുഭവും രണ്ടിനെയും ഹൃദയത്തിൽ ഇരുത്തിയിരിക്കുന്നു. അപ്പോൾ രണ്ടും എന്തു ചെയ്യും? യുദ്ധം തന്നെ ചെയ്യുമല്ലോ. ഇത് സങ്കല്പത്തിൽ വരുമ്പോൾ വാക്കിലും വരുന്നു, എൻ്റെ സംസ്കാരം എന്ന്. അപ്പോൾ ചെക്ക് ചെയ്യൂ. ഈ അശുഭ സംസ്കാരം എൻ്റെ സംസ്കാരമല്ല. അപ്പോൾ സംസ്കാര പരിവർത്തനം ചെയ്യേണ്ടി വരും. ബാപ്ദാദ ഓരോ കുട്ടിയെയും കോടി കോടി മടങ്ങ് ഭാഗ്യവാനായി
പെരുമാറ്റത്തിലും മുഖത്തിലും കാണുവാൻ ആഗ്രഹിക്കുന്നു. ചില കുട്ടികൾ പറയുന്നു, ഭാഗ്യവാൻ ആയി കഴിഞ്ഞു. എന്നാൽ ചുറ്റി സഞ്ചരിക്കവേ എമർജ് ആകേണ്ട ഭാഗ്യം മെർജായി പോകുന്നു. ബാബ്ദാദ ഓരോ സമയത്തും ഓരോ കുട്ടിയുടെയും മസ്തകത്തിൽ ഭാഗ്യത്തിൻ്റെ നക്ഷത്രം തിളങ്ങുന്നതായി കാണുവാൻ ആഗ്രഹിക്കുന്നു. ആര് താങ്കളെ കണ്ടാലും മുഖത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയും ഭാഗ്യവാനായി കാണപ്പെടണം. അപ്പോൾ കുട്ടികളായ താങ്കളിലൂടെ ബാബയുടെ പ്രത്യക്ഷതയുണ്ടാകും. കാരണം വർത്തമാന സമയത്ത് മെജോറിറ്റിയും അനുഭവം നേടാൻ ആഗ്രഹിക്കുന്നു. ഏതുപോലെ ഇക്കാലത്തെ സയൻസ് പ്രത്യക്ഷ രൂപത്തിൽ കാണിക്കുന്നുവല്ലോ, അനുഭവം ഉണ്ടാക്കിക്കുന്നുവല്ലോ. ചൂടിൻ്റെയും അനുഭവം ഉണ്ടാക്കിക്കുന്നു, തണുപ്പിൻ്റെയും അനുഭവം ഉണ്ടാക്കുന്നു. അപ്പോൾ സൈലൻസിൻ്റെ ശക്തിയിലൂടെയും അനുഭവം നേടാൻ ആഗ്രഹിക്കുന്നു. എത്രത്തോളം സ്വയം അനുഭവത്തിലിരിക്കുമോ അപ്പോൾ മറ്റുള്ളവരെയും അനുഭവിപ്പിക്കാൻ സാധിക്കും. ബാബ്ദാദ സൂചന നൽകിയിട്ടുണ്ട്, ഇപ്പോൾ കമ്പൈൻഡ് സേവനം ചെയ്യൂ. കേവലം ശബ്ദം കൊണ്ടല്ല, എന്നാൽ ശബ്ദത്തോടൊപ്പം അനുഭവി മൂർത്തി ആയി അനുഭവം ചെയ്യിക്കുന്നതിൻ്റെയും സേവനം ചെയ്യൂ. ഏതെങ്കിലുമൊക്കെ ശാന്തിയുടെ അനുഭവം, സന്തോഷത്തിൻ്റെ അനുഭവം, ആത്മീയ സ്നേഹത്തിൻ്റെ അനുഭവം ഇങ്ങനെയുള്ള വസ്തുവാണ്. അത് ഒരു തവണയെങ്കിലും അനുഭവിച്ചുവെങ്കിൽ ഉപേക്ഷിക്കാൻ കഴിയാത്ത ഒന്നാണ്. കേട്ട കാര്യം മറന്നേക്കാം, എന്നാൽ അനുഭവത്തിൻ്റെ കാര്യം മറക്കുന്നില്ല. അത് അനുഭവം നൽകുന്നവരുടെ സമീപത്തേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോൾ ഭാവിയിലേക്ക് വേണ്ടി എന്ത് നവീനത ചെയ്യട്ടെ എന്ന് എല്ലാവരും ചോദിക്കുന്നു. ബാബ്ദാദ കണ്ടു, എല്ലാവരും ഉന്മേഷത്തോടെ ഉത്സാഹത്തോടെ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓരോ വിഭാഗവും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ധാരാളം വിങ്സ് ഒത്തുകൂടിയിരിക്കുകയാണല്ലോ. മെഗാ പ്രോഗ്രാമും നടത്തി സന്ദേശം നൽകി തൻ്റെ പരാതി മാറ്റി. ഇതിനുള്ള ആശംസകൾ. എന്നാൽ ഇപ്പോൾ വരെയും ഇത് പരമാത്മാ ജ്ഞാനമാണ് എന്ന ശബ്ദം വ്യാപിച്ചിട്ടില്ല. ബ്രഹ്മകുമാരികൾ നല്ല കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്രഹ്മകുമാരിമാരുടെ ജ്ഞാനം വളരെ നല്ലതാണ്. എന്നാൽ ഇത് പരമാത്മാ ജ്ഞാനമാണ്, പരമാത്മാവിൻ്റെ കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ശബ്ദം വ്യാപിക്കണം. മെഡിറ്റേഷൻ കോഴ്സും എടുക്കുന്നു. ആത്മാവിൻ്റെ കണക്ഷൻ പരമാത്മാവുമായി യോജിപ്പിക്കുന്നു. എന്നാൽ ഇപ്പോൾ പരമാത്മാവിൻ്റെ കാര്യം സ്വയം പരമാത്മാവ് ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ കുറച്ചേ അനുഭവിക്കുന്നുള്ളൂ. ആത്മാവും ധാരണകളും പ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നു. നല്ല കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നന്നായി സംസാരിക്കുന്നു, നല്ലത് പഠിപ്പിക്കുന്നു. ഇവിടം വരെ തൃപ്തികരമാണ്. നോളജ് നല്ലതാണ്, ഇത്രയും പറയുന്നു. എന്നാൽ പരമാത്മാ നോളജാണ്. ഈ ശബ്ദം ബാബയുടെ സമീപം കൊണ്ടുവരും. എത്രത്തോളം ബാബയുടെ സമീപം വരുമോ അത്രയും സ്വതവേ തന്നെ അനുഭവം നേടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പ്ലാൻ ഉണ്ടാക്കൂ. പ്രഭാഷണങ്ങളിൽ ഇങ്ങനെയുള്ള മൂർച്ച വരുത്തൂ. അതിലൂടെ പരമാത്മാവിൻ്റെ സമീപത്തേക്ക് വരട്ടെ. ദിവ്യ ഗുണങ്ങളുടെ ധാരണയിലാണ് അറ്റൻഷൻ പോയിരിക്കുന്നത്. ആത്മാവിൻ്റെ ജ്ഞാനം നൽകുന്നു, പരമാത്മാവിൻ്റെ ജ്ഞാനം നൽകുന്നു. ഇത് പറയുന്നുണ്ട്. എന്നാൽ പരമാത്മാവ് വന്നു കഴിഞ്ഞു. പരമാത്മാവിൻ്റെ കാര്യം സ്വയം പരമാത്മാവ് നടത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രത്യക്ഷത കാന്തം പോലെ സമീപം കൊണ്ടുവരും. താങ്കളും സമീപം വന്നത് ബാബയിൽ ലഭിച്ചോ, ബാബയുമായി കൂടിക്കാഴ്ച നടത്തണം എന്ന് മനസ്സിലാക്കിയപ്പോഴാണ്. മെജോറിറ്റിയും സ്നേഹിയാകുന്നത് എന്ത് മനസ്സിലാക്കിയിട്ടാണ്? കാര്യം വളരെ നല്ലതാണ്. ഏത് കാര്യമാണോ ബ്രഹ്മകുമാരിമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കാര്യം ആർക്കും ചെയ്യാൻ സാധിക്കില്ല. പരിവർത്തനം ചെയ്യിക്കുന്നു. എന്നാൽ പരമാത്മാവ് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പരമാത്മാവിൽ നിന്നും സമ്പത്ത് നേടണം. ഇത്രത്തോളം സമീപം വരുന്നില്ല. കാരണം ബ്രഹ്മകുമാരിമാർ എന്താണ് ചെയ്യുന്നത്?
എന്താണ് ഇവരുടെ നോളജ് എന്ന് ഏതൊന്നാണോ മുൻപ് മനസ്സിലാക്കാതിരുന്നത് അത് മനസ്സിലാക്കാൻ തുടങ്ങി. എന്നാൽ പരമാത്മാ പ്രത്യക്ഷത, അഥവാ പരമാത്മാവിൻ്റെ ജ്ഞാനമാണ് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ കാത്തു നിൽക്കാനാകുമോ? ഇതുപോലെ താങ്കൾ ഓടി വന്നെത്തിയില്ലേ, അതേപോലെ ഓടും. ഇപ്പോൾ ഇങ്ങനെയുള്ള പ്ലാൻ ഉണ്ടാക്കൂ, ഇങ്ങനെയുള്ള പ്രഭാഷണം തയ്യാറാക്കൂ. ഈ വിധം പരമാത്മാ അനുഭൂതിയുടെ പ്രാക്ടിക്കൽ തെളിവാകൂ. അപ്പോൾ ബാബയുടെ പ്രത്യക്ഷത പ്രാക്ടിക്കലിൽ കാണപ്പെടും. ഇപ്പോൾ നല്ലതാണ് എന്നതുവരെയും എത്തിച്ചേർന്നു. നല്ലതായി മാറണം എന്ന അലകൾ പരമാത്മാ സ്നേഹത്തിൻ്റെ അനുഭൂതിയിലൂടെ ഉണ്ടാകും. അപ്പോൾ അനുഭവി മൂർത്തിയായി അനുഭവം ചെയ്യിക്കൂ. ഇപ്പോൾ ഡബിൾ അധികാരത്തിൻ്റെ സ്മൃതിയിലൂടെ സമർത്ഥമാക്കൂ. ശരി. സേവനത്തിൻ്റെ ടേൺ പഞ്ചാബ് സോണിൻ്റേതാണ്. കൈവീശു. നല്ലതാണ്. ഏത് സോണിനാണോ ടേൺ ലഭിക്കുന്നത് അവർ തുറന്ന മനസ്സോടെ എത്തിച്ചേരുന്നു. പഞ്ചാബ് സോണിൽ നിന്നും 4000 പേർ വന്നിരിക്കുകയാണ്. ബാബ്ദാദിക്കും സന്തോഷമുണ്ടാകുന്നു. ഓരോ സോണും സേവനത്തിൻ്റെ നല്ല ചാൻസ് എടുക്കുന്നു. പഞ്ചാബിനെ എല്ലാവരും കോമൺ രീതിയിൽ സിംഹം എന്ന് പറയുന്നു. പഞ്ചാബ് ഷേർ. ബാബ്ദാദ പറയുന്നു സിംഹം എന്നാൽ വിജയി. അപ്പോൾ സദാ പഞ്ചാബിലുള്ളവർ തൻ്റെ മസ്തകത്തിൻ്റെ മധ്യത്തിൽ വിജയത്തിൻ്റെ തിലകം അനുഭവം ചെയ്യണം. വിജയത്തിൻ്റെ തിലകം ലഭിച്ചിട്ടുണ്ട്. സദാ ഈ സ്മൃതി ഉണ്ടായിരിക്കണം. നമ്മൾ തന്നെയാണ് കൽപ്പകൽപ്പങ്ങളിലെ വിജയി. ആയിരുന്നു, ആണ്, കൽപ്പകൽപ്പങ്ങളിൽ ആവുകയും ചെയ്യും. നല്ലതാണ്. പഞ്ചാബും അവകാശി ക്വാളിറ്റിയെ ബാബയുടെ മുന്നിൽ കൊണ്ടുവരുന്നതിൻ്റെ പ്രോഗ്രാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുവല്ലോ. ഇപ്പോൾ ബാബ്ദാദയുടെ മുന്നിൽ അവകാശി ക്വാളിറ്റി കൊണ്ടുവന്നിട്ടില്ല, സ്നേഹി ക്വാളിറ്റിയെ കൊണ്ടുവന്നു. എല്ലാവരും സ്നേഹി സഹയോഗി ക്വാളിറ്റി കൊണ്ടുവന്നു. എന്നാൽ അവകാശി ക്വാളിറ്റിയെ കൊണ്ടുവന്നിട്ടില്ല. എല്ലാ സോണും സ്നേഹി സഹയോഗി ക്വാളിറ്റിയെ കൊണ്ടുവന്നു. എന്നാൽ അവകാശി ക്വാളിറ്റിയെ കൊണ്ടുവന്നിട്ടില്ല. തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. എല്ലാ പ്രകാരത്തിലുള്ളവരും വേണമല്ലോ. അവകാശിയും വേണം, സ്നേഹിയും വേണം, സഹയോഗിയും വേണം, മൈക്കും വേണം, മൈറ്റും വേണം. എല്ലാ പ്രകാരത്തിലുള്ളവരും വേണം. നല്ലതാണ്. സെൻറ്റേഴ്സിൽ അഭിവൃദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും ഉന്മേഷത്തോടെ ഉത്സാഹത്തോടെ സേവനത്തിൽ അഭിവൃദ്ധി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ നോക്കും, പരമാത്മാവ് വന്നു കഴിഞ്ഞു എന്ന് ഏത് സോണിലാണ് പ്രത്യക്ഷമാകുന്നത്? ബാബയെ ഏത് സോണാണ് പ്രത്യക്ഷമാക്കുന്നത് എന്നത് ബാബ്ദാദ നോക്കുകയാണ്. ഫോറിനിലുള്ളവർ ചെയ്യുമോ? ഫോറിനിലുള്ളവർക്കും ചെയ്യാൻ സാധിക്കും. പഞ്ചാബ് നമ്പർ എടുക്കൂ. നല്ലതാണ്. എല്ലാവരും താങ്കൾക്ക് സഹയോഗം നൽകും. ഇതാണ് 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 എന്ന ശബ്ദം വ്യാപിപ്പിക്കുന്നതിൻ്റെ പ്രയത്നം വളരെ കാലമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതും ഉണ്ട് എന്നാണ് ഇപ്പോഴുള്ളത്. ഇതാണ് എന്നതില്ല. അപ്പോൾ പഞ്ചാബ് എന്തു ചെയ്യും? ഇതാണ് ഇതാണ് എന്ന ശബ്ദം വരണം. ടീച്ചേഴ്സ്, ശരിയാണോ? എത്ര നാൾക്കുള്ളിൽ ചെയ്യും? ഈ വർഷത്തിൽ ചെയ്യുമോ? നവവർഷം ആരംഭിച്ചുവല്ലോ. അപ്പോൾ നവവർഷത്തിൽ ഏതെങ്കിലും നവീനത ഉണ്ടായിരിക്കേണ്ടതാണല്ലോ. ഇതും ഉണ്ട് എന്നത് ധാരാളം കേട്ട് കഴിഞ്ഞു. ഇതുപോലെ താങ്കളുടെ മനസ്സിൽ ബാബ 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 എന്നത് സ്വതവേ ഓർമ്മയുണ്ടായിരിക്കുന്നുവോ? അതേപോലെ അവരുടെ വായിൽ നിന്നും നമ്മുടെ ബാബ വന്നു കഴിഞ്ഞു എന്നത് വരണം. അവരും പറയണം, എൻ്റെ ബാബ, എൻ്റെ ബാബ. ഈ ശബ്ദം 4 കോണുകളിൽ നിന്നും വരണം. എന്നാൽ തുടക്കം ഒരു കോണിൽ നിന്നാകുമല്ലോ ഉണ്ടാവുക. അപ്പോൾ പഞ്ചാബ് അതിശയം ചെയ്യുമോ? എന്തുകൊണ്ട് ചെയ്യില്ല? ചെയ്യുക തന്നെ വേണം. വളരെ നല്ലത്. ഇൻ അഡ്വാൻസ് ആശംസകൾ. ശരി.
എല്ലാ ഭാഗത്തുമുള്ള സർവ ആത്മീയ റോസാ പുഷ്പങ്ങളായ കുട്ടികൾക്ക് സദാ ബാബയുടെ അതിപ്രിയവും ദേഹബോധത്തിൽ നിന്നും വേറിട്ടവരുമായവർക്ക് ബാബ്ദാദയുടെ ഹൃദയത്തിലെ ഓമന സന്താനങ്ങൾക്ക് സദാ ഒരു ബാബ, ഏകാഗ്ര മനസ്സ്, ഏകരസ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്ന കുട്ടികൾക്ക് 4 ഭാഗത്തുമുള്ള വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ടും സയൻസിൻ്റെ സാധനങ്ങളിലൂടെ മധുബനിൽ എത്തിച്ചേരുന്നവർക്ക്, മുന്നിൽ കാണുന്നവർക്ക് എല്ലാ ഓമന സിഖില്ലതയും കൽപ്പകൽപ്പങ്ങളിലെ പരമാത്മാ സ്നേഹത്തിന് പാത്രമായ അധികാരി കുട്ടികൾക്ക് ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ, ഹൃദയത്തിൽ നിന്നുള്ള ആശീർവാദങ്ങൾ കോടി കോടി മടങ്ങ് സ്വീകരിച്ചാലും ഒപ്പം ഡബിൾ അധികാരികളായ കുട്ടികൾക്ക് ബാബ്ദാദയുടെ നമസ്തേ. ദാദിജിയോട് മധുബന്റെ ഹീറോ ആക്ടറാണ്. സദാ സീറോയിൻ്റെ ഓർമ്മയുണ്ട്. ശരീരം നടക്കുന്നില്ലെങ്കിലും അല്പം പതുക്കെ പതുക്കെയാണ് നടക്കുന്നതെങ്കിലും സർവരുടെയും സ്നേഹവും ആശീർവാദങ്ങളും നടത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാബയുടേത് തീർച്ചയായും ഉണ്ട്, എന്നാൽ എല്ലാവരുടേതുമുണ്ട്. എല്ലാവരും ദാദിയെ വളരെയധികം സ്നേഹിക്കുന്നുണ്ടല്ലോ. നോക്കൂ, എല്ലാവരും ഇതാണ് പറയുന്നത്, ദാദിമാർ വേണം, ദാദിമാർ വേണം, ദാദിമാർ വേണം. അപ്പോൾ ദാദിമാരുടെ വിശേഷത എന്താണ്? ദാദിമാരുടെ വിശേഷതയാണ് ബാബയുടെ ശ്രീമത്തിലൂടെ ഓരോ ചുവടും വയ്ക്കുക, മനസ്സിനെയും ബാബയുടെ ഓർമ്മയിലും സേവനത്തിലും സമർപ്പണം ചെയ്യുക. താങ്കൾ ഏവരും ഇങ്ങനെ തന്നെയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിനെ സമർപ്പണം ചെയ്യൂ. ബാബ്ദാദ കണ്ടോ, മനസ്സ് വളരെയധികം അതിശയം ചെയ്ത് കാണിക്കുന്നു. എന്തതിശയമാണ് ചെയ്യുന്നത്? ചഞ്ചലത ഉണ്ടാക്കുന്നു. മനസ്സ് ഏകാഗ്രമാകണം. ഏതുപോലെ കൊടി ഉയർത്തുന്നുവല്ലോ, അതേപോലെ മനസ്സിൻ്റെ കൊടി ശിവബാബയിൽ ഏകാഗ്രമാകണം. വന്നുകൊണ്ടിരിക്കുകയാണ്, സമയം സമീപം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ബാബ്ദാദ കുട്ടികളുടെ സങ്കല്പം, വളരെ നല്ല നല്ല സങ്കല്പം കേൾക്കുന്നു. സർവരുടെയും ലക്ഷ്യം വളരെ നല്ലതാണ്. ശരി, നോക്കൂ, ഹാളിൻ്റെ ശോഭ എത്ര നല്ലതാണ്. മാല പോലെ തോന്നുന്നുവല്ലോ. മാലയുടെ മധ്യത്തിൽ മണി ഇരിക്കുകയാണ്. ശരി, ഓം ശാന്തി. വരദാനം: സൈലൻസിൻ്റെ ശക്തിയിലൂടെ സെക്കൻഡിൽ മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും അനുഭവം നൽകുന്ന വിശേഷ ആത്മാവായി ഭവിക്കട്ടെ. വിശേഷ ആത്മാക്കളുടെ ലാസ്റ്റ് വിശേഷതയാണ് സെക്കൻഡിൽ ഏതൊരു ആത്മാവിനെയും മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും അനുഭവിയാക്കി മാറ്റും. കേവലം വഴി മാത്രമല്ല പറഞ്ഞു കൊടുക്കുക, എന്നാൽ ഒരു സെക്കൻഡിൽ ശാന്തിയുടെയും അതീന്ദ്രിയ സുഖത്തിൻ്റെയും അനുഭവം നൽകും. ജീവൻ മുക്തിയുടെ അനുഭവമാണ് സുഖം, മുക്തിയുടെ അനുഭവമാണ് ശാന്തി. അപ്പോൾ ആരെല്ലാം മുന്നിൽ വന്നുവോ അവർ സെക്കൻഡിൽ ഇത് അനുഭവിക്കണം. എപ്പോഴാണോ ഇങ്ങനെയുള്ള സ്പീഡ് ഉണ്ടാകുന്നത്, അപ്പോൾ സയൻസിൻ്റെ മേൽ സൈലൻസിൻ്റെ വിജയം കാണവേ സർവരുടെയും വായിൽ നിന്നും ആഹാ ആഹാ എന്ന ശബ്ദം വരും. പ്രത്യക്ഷതയുടെ ദൃശ്യം മുന്നിൽ വരും. സ്ലോഗൻ: ബാബയുടെ ഓരോ ആജ്ഞയുടെ മേൽ സ്വയം തന്നെ അർപ്പണം ചെയ്യുന്ന സത്യമായ ശലഭമാകൂ. അവ്യക്ത സൂചന: സങ്കല്പങ്ങളുടെ ശക്തി ശേഖരിച്ച് ശ്രേഷ്ഠ സേവനത്തിന് നിമിത്തമാകൂ. ഇപ്പോൾ ഏതുപോലെ വാചായിലൂടെ ഡയറക്ഷൻ നൽകേണ്ടി വരുന്നു, അതേപോലെ ശ്രേഷ്ഠ സങ്കല്പങ്ങളിലൂടെ മുഴുവൻ കാര്യവ്യവഹാരവും നടക്കുക സാധ്യമാണ്. സയൻസിൻ്റെ മേഖലയിലുള്ളവർ താഴെ ഭൂമിയിൽ നിന്നും മുകളിൽ വരെയും ഡയറക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്നു. എങ്കിൽ താങ്കൾക്ക് ശ്രേഷ്ഠ സങ്കല്പത്തിൻ്റെ ശക്തി കൊണ്ട് മുഴുവൻ കാര്യവ്യവഹാരവും നടത്തിക്കാൻ സാധിക്കില്ലേ? ഏതുപോലെ സംസാരിച്ച് കാര്യത്തെ സ്പഷ്ടമാക്കുന്നുവോ അതേപോലെ
മുന്നോട്ട് പോകവേ സങ്കല്പത്തിലൂടെ മുഴുവൻ കാര്യവ്യവഹാരവും നടക്കും. ഇതിനു വേണ്ടി ശ്രേഷ്ഠ സങ്കല്പങ്ങളുടെ സ്റ്റോക്ക് ശേഖരിക്കൂ. ഓം ശാന്തി. അനേകം സങ്കല്പങ്ങളുടെ സർവവിസ്താരങ്ങൾക്കും ബിന്ദുവിട്ട് ഞാൻ ബിന്ദുരൂപമായി മാറുന്നു. ബിന്ദുരൂപത്തിൽ ഏകാഗ്രതയോടെ സ്ഥിതി ചെയ്യുന്നു. ഒരു സെക്കൻഡിൽ പരമധാമത്തിൽ ബിന്ദുരൂപനായ ബാബയുടെ സമീപം ഞാൻ സ്ഥിതി ചെയ്യുന്നു. സർവഗുണങ്ങളുടെയും ശക്തികളുടെയും സാഗരമായ ബിന്ദുരൂപമായ ബാബയുടെ ഓർമ്മയിൽ ഞാൻ ലയിച്ചു ചേരുന്നു. ബിന്ദുരൂപനായ ബാബയിൽ നിന്നും സർവശക്തികളുടെയും ബലം എനിക്ക് ലഭിക്കുന്നു. സർവഗുണങ്ങളുടെയും ഖജനാവുകൾ എന്നിൽ നിറയുന്നു. ഈ സർവശക്തികളും ഗുണങ്ങളും സാരരൂപത്തിൽ ഉൾക്കൊള്ളപ്പെട്ട അവസ്ഥയിൽ ഞാൻ മാസ്റ്റർ ബീജരൂപമായി മാറുന്നു. ഈ സമ്പൂർണവും സൂക്ഷ്മവും ശക്തിശാലിയുമായ സ്ഥിതി എന്നിലെ സൂക്ഷ്മ വികർമ്മങ്ങളെപ്പോലും ഭസ്മമാക്കുന്നു. എന്നെ വിഘ്ന വിനാശകനാക്കി മാറ്റുന്നു. എന്നിൽ ഇച്ഛാ മാത്രം അവിദ്യ സ്ഥിതി ഉണ്ടാകുന്നു. ഈ ശക്തിശാലി മാസ്റ്റർ ബീജരൂപ സ്ഥിതിയിലിരുന്ന് ആത്മാക്കൾക്ക് ഞാൻ ഈശ്വരീയ ശക്തികൾ എൻ്റെ വരദാനി സ്വരൂപത്തിലൂടെ ദാനം ചെയ്യുന്നു.